അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. എൻ്റെ ഹോം ബേക്കർ എന്ന നിലയിൽ എൻ്റെ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ഉള്ള ഒരു ദിവസത്തെ സാധാരണ പോലെയുള്ള വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പോൾ പിള്ളേരെ മദ്രസയിൽ കൊണ്ടുവന്ന് വിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സുബഹി നിസ്കരിക്കാൻ എണീച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നിട്ടില്ല. കാരണം കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 6:30 ആകുമ്പോൾ എണീക്കലും ഉണ്ടാവില്ല, അവരെ മദ്രസയിൽ വിടലും ഉണ്ടാവില്ല. കാരണം ഞാൻ കിടന്നത് കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് 1:45 2 മണിയായ സമയത്താണ് കേട്ടോ ഞാൻ കിടന്നിട്ടുണ്ടായത്. പിന്നെ 5:30 എണീച്ചിട്ട് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6:30 ഞാൻ എന്തായാലും എണീക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കിടക്കാൻ നിന്നില്ല. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓതിയിട്ട് പിന്നെ 6:30 പിള്ളേരെ വിളിച്ചെണീപ്പിച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ മദ്രസയിലേക്ക് വിടുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും കയറി കിടന്നു. അതായത് ഒരു 8 മണിയൊക്കെ ആവണേക്ക് മുന്നേ ഞാൻ കയറി കിടന്നിട്ട് ഒരു 10:30 വരെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും പോലും ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് പോക്കായിരിക്കും. ഫുള്ള് ഭയങ്കര തലവേദനയും ഭയങ്കര മൂഡ് ഓഫും ഒക്കെ ആയിരിക്കും. കാരണം വേറെ കേക്കിൻ്റെ ഓർഡേഴ്സൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, പകൽ ഇച്ചിരി നേരം കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതങ്ങനെയൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടില്ല എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം കിടന്ന് അവർ ഉറക്കക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെ മദ്രസയിൽ കൊണ്ടുവന്ന് വിടണേക്ക് മുമ്പ് തന്നെ ഞാൻ പുട്ടിന് പൊടി വാട്ടി വെച്ച് കടലയും വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ കറി ശരിയാക്കാനും പുട്ടിൻ്റെ പൊടി അടിച്ച് അത് ആവിയേറ്റാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിള്ളേരെ മദ്രസയിലൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് വന്നിട്ട് പിന്നെ കടലക്കറി താളിക്കാനും തേങ്ങ അരച്ച് ഊറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുട്ടും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കയറി കിടന്നു. പിന്നെ ഞാൻ എണീച്ച് വന്നിട്ട് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരുടെ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മദ്രസ വിട്ട് വന്ന് ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എണീച്ച് വന്നത്. എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കത്തിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ അവർ വന്നപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ചായയോടെയും പിന്നെ അതിൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം കേട്ടോ. അപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ തേങ്ങാച്ചോറും വയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കറി വയ്ക്കാനും കച്ചമ്പറിനുള്ള പണിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കറി റെഡിയാക്കിയിട്ട് പിന്നെ സാലഡും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനായിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഉമ്മ പിള്ളേരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വെയിൽ തെളിഞ്ഞ് കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് തുണികൾ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് തുണി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെയിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ തുണികളെല്ലാം കൂടെ വാർക്കയുടെ പുറത്ത് കൊണ്ടുവന്ന് എല്ലാം ഇട്ട് ഉണങ്ങി കിട്ടി. അന്ന് അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം അന്നാന്ന് തോന്നണം ഒന്ന് വെയിൽ തെളിഞ്ഞത്. എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു സൺഡേ ആയിരുന്നു ഈ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ ദിവസം. അപ്പോൾ അങ്ങനെ തുണിയെല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ട് വന്നിട്ട് ഞാനും ഉമ്മയും പിള്ളേരൊക്കെ കൂടി ഇട്ടിട്ട് വന്നിട്ട് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു 4 കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ടോട്ടൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. ഇത് നേരത്തെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി വെച്ച് അത് കസ്റ്റമർ വന്ന് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ 3 കേക്കും കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2:30-2:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കേക്കിൻ്റെ പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കേക്കിൻ്റെ വർക്ക്സ് വീണ്ടും തുടങ്ങി. അപ്പോൾ അടുത്ത കേക്കിലേക്ക് കുറച്ചധികം ഫോണ്ടൻറ്റ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് രണ്ടാമത് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു കാത്തു തീമിൽ ചെയ്യാനുണ്ടായിരുന്ന കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 1/2 kg വാനില കേക്കായിരുന്നു. അതെനിക്ക് നല്ല പണി തന്നിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അത് ഡിസൈനൊക്കെ മാറ്റി ചെയ്യേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കിൻ്റെ വർക്ക്സ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം കൊടുത്തു വിട്ടതിന് ശേഷം പിന്നെ പിള്ളേരുടെ ബുക്കുകളൊക്കെ തലേന്ന് ഏകദേശം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും പേരൊന്നും എഴുതിയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ട് പിറ്റേന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോകണമല്ലോ. അതുകൊണ്ട് തന്നെ അതും കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത്ര സമയമായി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ മൊത്തത്തിൽ പൊതുവേ ഉള്ളൊരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ബുക്ക് പൊതിയലൊന്നും എപ്പോഴും ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.